കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് കടുപ്പിച്ച് കർഷക സംഘടനകൾ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ ദില്ലിയിലേക്ക് മാർച്ച് നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുക, കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ അനുവദിക്കുക, വൈദ്യുതി നിരക്ക് വർധന ഒഴിവാക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കർഷക സംഘടനകളെ ഉടൻ ചർച്ചയ്ക്ക് വിളിച്ചേക്കും. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, വെരി ഗുഡ് മോർണിംഗ്. ഡൽഹിയിൽ പതിവ് പോലെ തണുത്ത പ്രഭാതമാണ് എന്ന് തോന്നുന്നു. വലിയ കാലാവസ്ഥയിൽ വലിയ മാറ്റമില്ല എന്ന് ആർക്കെയാണ് നിപ്പ് കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. പുറവശത്തോട്ടൊരു പട്ടി ഓടിപ്പോകുന്നുണ്ട് കേട്ടോ, അത് രാവിലെ കടിക്കരുത്. എന്താണ് ഈ അതിർത്തികളിലുള്ള കാഴ്ച? നമ്മുടെ കർഷകരൊക്കെ സമരത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. ദില്ലിയിലേക്ക് നാളെ മാർച്ച് ഉണ്ടാകുമെങ്കിൽ നമ്മൾ ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തതുപോലെയുള്ള മാർച്ചും സംഭവ വികാസങ്ങളും ഒക്കെ ദില്ലിയെ പിടിച്ചു കുലുക്കിയിരുന്നു. തലസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ കർഷകർ? രാധാകൃഷ്ണൻ. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഇത് ഈ മാർച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു അവസ്ഥയിലും അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ ആഗ്രഹിക്കുന്നതല്ല. കഴിഞ്ഞ തവണ ഉണ്ടായ സമരം അത് ഉണ്ടാക്കിയിട്ടുള്ള വലിയ പ്രത്യാഘാതങ്ങൾ, ഈ കർഷക നിയമം 3 ബില്ലുകളടക്കം തിരിച്ചു വിളിക്കുന്ന ഒക്കെയുള്ള നടപടികൾ ഉൾപ്പെടെയുള്ളവ സർക്കാരിന് വിധേയരാകേണ്ടി വന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മറ്റാരെ പിണക്കിയാലും കർഷകരെ പിണക്കിയാൽ അത് തീക്കളിയാണ് എന്ന് സർക്കാരിനറിയാം. അതുകൊണ്ട് അതിന് മുതിരില്ല. തീർച്ചയായിട്ടും ഈ സമരത്തെ ഡൽഹിയിലേക്ക് എത്താതെ തടയുക, അഥവാ അതിനു മുമ്പ് തന്നെ പരിഹാരമുണ്ടാക്കുക എന്നൊരു ലക്ഷ്യമാണ് സർക്കാരിന് ഉള്ളത്. ഏതു വിധത്തിൽ ഇത് സാധിക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് ഇല്ല. ആ ഒരു വ്യക്തത ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാൻ സാധിച്ചത് ഇന്നലെ രാത്രി ഉന്നത കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം, ധനകാര്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം അടക്കമുള്ളവ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ 101 കർഷകർ ഇങ്ങോട്ടേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവരുടെ മാർച്ച് തൽക്കാലം സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നറിയിച്ചതിനെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിൽ ചർച്ച ഉടൻ സാധ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സർക്കാർ ഉള്ളത്. ഒരുപക്ഷെ വളരെ സുപ്രധാനമായിട്ടുള്ള ആ ചർച്ചയ്ക്ക് ഉള്ള ഒരു തീയതിയും അടക്കമുള്ളവ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് ഉണ്ടായേക്കും. നാളെ ഈ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളെ വീണ്ടും വളരെ ശക്തമായിട്ട് മാർച്ച് തുടരും എന്ന വിധത്തിലാണ് കർഷക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന അറിയിപ്പ്. അത് പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് നല്ലതല്ല. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മുമ്പത്തെ പോലെയുള്ള ഒരു ഇടപെടൽ പോരാ എന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടന്നില്ലെങ്കിലും അനൗദ്യോഗികമായിട്ടുള്ള ആശയവിനിമയം പല തട്ടുകളിൽ നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേഗത്തിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുക. മിനിമം താങ്ങുവില എന്നുള്ളത് നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇതിനെ തടയുക? പ്രത്യേകിച്ച് നമ്മുടെ GDP റേറ്റൊക്കെ പ്രതീക്ഷിച്ച നിലയിൽ എത്താതെ താഴുന്ന ഒരു അവസ്ഥ ഇന്നലെ പ്രഖ്യാപിച്ച ഈ പണനയ അവലോകന സമിതിയുടെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ വ്യക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ ഇതെങ്ങനെ സാധിക്കും എന്നതിനെ സംബന്ധിച്ച് അവ്യക്തത സർക്കാരിനുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അവരെ കൂടി ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ ഈ കർഷകരെ സംബന്ധിച്ച് അവരുടെ വായ്പ അടക്കമുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. വളം ലഭ്യമല്ലാത്ത വിവിധ വിഷയങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കുകയും ഈ താങ്ങുവിലയുടെ കാര്യത്തിൽ ഒരു സമയബന്ധിതമായിട്ട് നടപ്പാക്കാം എന്ന ഒരു ഉറപ്പ് നൽകുകയും ചെയ്യാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാനായി കർഷകർ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാരിന് മുന്നിൽ വേറെ മാർഗങ്ങളില്ല. ഒത്തുതീർപ്പിനുള്ള മാർഗം സർക്കാരിന് കണ്ടുപിടിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലേക്ക് കർഷകർ നടത്തുന്ന ആ മാർച്ചിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ സർക്കാരിന് നേരിടേണ്ടി വരും. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒട്ടും കേന്ദ്ര സർക്കാർ അത് ആഗ്രഹിക്കുന്നും ഇല്ല. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഡൽഹിയിലും തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും സർക്കാരിന് മുന്നിലുള്ള മാർഗം. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കണക്കുകളൊക്കെ ഞെട്ടിക്കുന്നതാണ്. 1,12,000 കർഷകരാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ വർഷം മാത്രം ഇതുവരെ 6,000-ലധികം കർഷകരുടെ ആത്മഹത്യയുടെ വാർത്തകളാണ് നമ്മൾ കേട്ടത്. ഒരു മണിക്കൂറിൽ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു ഫാം ലേബറർ, ഒരു കൃഷി തൊഴിലാളി ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ് NRCBയുടെയും കണക്കുകൾ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ സർക്കാരിൻ്റെ മുന്നിലുള്ള കണക്കുകളാണ്.
അപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. കഴിഞ്ഞ തവണത്തെ കർഷക മാർച്ച് നടക്കുന്നത് പോലെയല്ല, നമ്മുടെ പ്രതിപക്ഷം വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ കർഷക മാർച്ച് ശക്തി പ്രാപിച്ചാൽ ഒരുപക്ഷെ പ്രതിപക്ഷം അതിൽ ഇടപെടാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. ഇന്ത്യ മുന്നണി പൂർണ്ണമായിട്ടും ഐക്യമൊക്കെ പ്രഖ്യാപിച്ച് കർഷകർക്കൊപ്പം നിരത്തിലേക്ക് ഇറങ്ങിയാൽ കാര്യങ്ങൾ മറ്റൊരു വഴിക്കാവും അല്ലേ രാധാകൃഷ്ണൻ? അത് സർക്കാരിന് വ്യക്തമായ ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷം നൽകുന്ന പിന്തുണ സർക്കാരിന് ഒരു ആശങ്കയുള്ള ഒരു ഘടകമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ കർഷക നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ഈ പ്രഖ്യാപനം നടത്തുന്ന പല പാർട്ടികളും അവർക്കും ആത്മാർത്ഥത ഇല്ല എന്നുള്ളതാണ്. അവർ ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഈ കർഷകരുമായി ബന്ധപ്പെട്ട് അവർ നൽകിയിരിക്കുന്ന, പ്രത്യേകിച്ച് ഇപ്പം രാജസ്ഥാനിൽ കോൺഗ്രസ് ഈ കർഷകർക്ക് അവരുടെ ഈ വായ്പയൊക്കെ എഴുതിത്തള്ളും എന്നൊക്കെ അവരുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. മാത്രമല്ല പല ഇടങ്ങളിലും ഇതിനനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ച് ഈ വിഷയം രാഷ്ട്രീയവൽക്കരിക്കാൻ അവർ തയ്യാറല്ല എന്ന നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണയും അവരെ സംബന്ധിച്ച് അവർ സ്വീകരിച്ച നിലപാട് ആ വിധത്തിലായിരുന്നു. ഇപ്പോൾ പഞ്ചാബിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബിൽ ആം ആദ്മി സർക്കാരിൻ്റെ സമയത്ത് അവർ പ്രതീക്ഷിച്ചിരുന്നത് വലിയ രീതിയിലുള്ള കർഷക അനുകൂല നടപടികളായിരുന്നു. പക്ഷേ പിൻവാതിലിലൂടെ കോർപ്പറേറ്റുകൾ പഞ്ചാബിൻ്റെ മുക്കിലും മൂലയിലും എത്തുകയും കൃഷിയിലും പോലും ഇടപെടുകയും ചെയ്യുന്ന ഒരവസ്ഥ, അവിടെയുള്ള വെള്ളവും മണ്ണും എല്ലാം കോർപ്പറേറ്റുകളുടെ പക്കലേക്ക് പോകുന്ന ഒരു കാഴ്ച, ഇതൊക്കെ കർഷകരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ ഈ പറയുമ്പോൾ കർഷക ക്ഷേമം ഒക്കെയാണെന്നുണ്ടെങ്കിലും ലക്ഷ്യങ്ങൾ പല വിധത്തിലാണ് എന്നത് ഈ കർഷക സംഘടനകൾക്കറിയാം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഈ സമരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർഷകർ ഈ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും കർഷക സംഘടനകൾ അത് ഏറെ കൃത്യമായിട്ട് നിരീക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അക്കാര്യങ്ങളിൽ പ്രതികരിക്കുന്നത്. ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമരമായി ഇത് പോകുന്നതിനോട് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഓക്കെ, താങ്ക് യു RK രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.